നമസ്കാരം. സൂപ്പർ സോക്കർ ഏഷ്യാനെറ്റ് കേബിൾ ഫൈബർ സ്പോൺസർ ചെയ്യുന്ന ഈ ഫുട്ബോൾ വിരുന്നിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ നോക്കൗട്ട് സ്റ്റേജിലെ രണ്ടാം ദിനത്തിലേക്കാണ് പോകുന്നത്. അതായത് 32 മത്സരങ്ങളുള്ള അല്ലെങ്കിൽ 32 ടീമുകളുടെ മത്സരങ്ങളുള്ള ഈ പങ്ക്തിയിലേക്ക് ആദ്യം നമ്മൾ കാനഡയുടെ വിജയം കണ്ടു, ഹോസ്റ്റ് കൺട്രിയായ. ഇന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ മൊറോക്കോയുടെ വിജയം നമ്മൾ കാണുന്നു. ഒപ്പം തന്നെ 2 വൻപന്മാർ കടപുഴകി വീഴുന്ന അല്ലെങ്കിൽ യൂറോപ്പിന് ഒരു വൻ നഷ്ടമായ 2 ടീമുകൾ പുറത്തു പോകുന്ന കാഴ്ച കണ്ടു. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ ബ്രസീൽ തങ്ങളുടെ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന ക്വസ്റ്റ്യൻ മാർക്കിന് ഒരു ഉത്തരം നൽകിക്കൊണ്ട് നല്ല ചാരുതയാർന്ന കളി കാഴ്ചവെച്ച ബ്രസീലിൻ്റെ മത്സര വിവരണം കൂടി. ഇത് മൂന്നിൻ്റെ വിവരണവും നൽകാനായി എന്നോടൊപ്പം ഇന്ന് ഉള്ളത് ശ്രീ അൻസാറാണ്. എല്ലാവർക്കും അറിയാം, അദ്ദേഹം കേരള കൗമുദിയിലെ വിദഗ്ധനായ സ്പോർട്സ് ലേഖകനാണ്. സ്വാഗതം അൻസാർ. താങ്ക് യു. അൻസാർ, ഇപ്പോൾ കളി പറച്ചിലിനേക്കാൾ കൂടുതൽ കളി എഴുത്തുകാരനാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാവനയിൽ ഒരുപാട് എഴുത്തിൻ്റെ ഇതുമൊക്കെ ജനത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആദ്യമായി തന്നെ നമുക്ക് ബ്രസീലിൻ്റെ കളിയിലേക്ക് പോകാം. വളരെ ഭംഗിയായി ഹൂസ്റ്റണിൽ നടന്ന മത്സരം. ഹൂസ്റ്റണിൽ ഇന്നലെ രാത്രി 10:30 മണിക്ക് നടന്ന മത്സരം. നമുക്ക് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ 10:30. അതെ, നമ്മുടെ 10:30ക്കുള്ള മത്സരം ബ്രസീൽ ഏഷ്യയിലെ ചാമ്പ്യന്മാരായ ജപ്പാനുമായിട്ടായിരുന്നു മത്സരം. നമുക്ക് എല്ലാവർക്കും അറിയാം, ജപ്പാൻ ഒരുപക്ഷെ യൂറോപ്യൻ ശൈലിയിൽ കളിക്കുന്ന ഒരു ഏഷ്യൻ ടീമാണ്. 2 വിങ്ങിലൂടെയും ആക്രമണം അഴിച്ചുവിടുക, പൊടുന്നനെയുള്ള പ്രത്യാക്രമണത്തിലേക്ക് ചെന്നെത്തുക, അങ്ങനെയൊക്കെയുള്ള ജപ്പാൻ. ആ ജപ്പാൻ നമ്മൾ ജപ്പാനിലെ പല ആൾക്കാരെയും കമാഡയുടെയും നക്കുമോറയുടെയും ഒക്കെ മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ്. അവരുടെ പ്രകടനമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ എല്ലാവരും ഇപ്പോഴും ആരാധനാ മനോഭാവത്തോടു കൂടി കാണുന്ന ഒരു ടീമാണ് ബ്രസീൽ. പ്രത്യേകിച്ച് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തുന്ന 2 ടീമുകളിൽ ഒന്നാണ് ബ്രസീൽ. ആ ബ്രസീൽ കലാശ പോരാട്ടം വരെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഫുട്ബോൾ പ്രേമികൾ ഒട്ടനവധിയാണ്. പക്ഷേ അവരുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് ഒരല്പം മികവ് പകർന്ന ഒരു മത്സരമാണ് ഹൂസ്റ്റണിൽ ഇന്നലെ ബ്രസീൽ കാഴ്ചവെച്ചത്. ആൻസലോട്ടിയുടെ തന്ത്രങ്ങൾ എങ്ങനെയാകും ഇത്തവണ ബ്രസീലിനെ തുണയ്ക്കുക എന്നായിരുന്നു എല്ലാവരുടെയും ഒരു ചിന്ത. അത് അവസാനം വരെ, മത്സരത്തിൻ്റെ അവസാനം വരെ, ഒരുപക്ഷെ ഞങ്ങൾ കളിക്ക് മുമ്പ് ചർച്ച ചെയ്തപ്പോൾ ശ്രീ അൻസാർ പറഞ്ഞത് എക്സ്പീരിയൻസ് ഇവിടെ വലിയൊരു ഘടകമാണെന്നാണ്. ഈ മത്സരത്തെ അൻസാർ എങ്ങനെ വിലയിരുത്തും? തീർച്ചയായും ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ നഷ്ടപ്പെടാൻ അധികമൊന്നുമില്ല. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ 2002 ശേഷം ഇതുവരെ ലോകകപ്പ് നേടിയിട്ടില്ല. അവരുടെ ലോകകപ്പ് നേട്ടത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവരുടെ ഒരു താരതമ്യേന മികച്ച നിരയാണ്. കഴിഞ്ഞ 2-3 ലോകകപ്പിൽ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന മികച്ച താരങ്ങൾ അവർക്കുണ്ട്. വിനീഷ്യസ് ജൂനിയറിനെ പോലെയുള്ള കളിക്കാരുണ്ട്, കാസമിറെ പോലെയുള്ള കളിക്കാരുണ്ട്, റഫീനിയെ പോലെയുള്ള കളിക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡും അതുപോലെ യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാരുമുള്ള, അതുപോലെ തന്നെ അവരുടെ പരിശീലകനായിട്ട് ഇത്തവണ അവരെത്തിച്ചത് ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയിട്ടുള്ള റെക്കോർഡിനുടമയായ കാർലോ ആഞ്ചലോട്ടി. അതെ, തീർച്ചയായും അദ്ദേഹം ഒരു ബോസാണ്. ഈ ക്ലബ് ഫുട്ബോളിലെ ഒരു ബോസാണ്. ഏത് ക്ലബിനോട് പരിശീലിപ്പിച്ചിട്ടുണ്ടോ, അത് ഇറ്റലിയിലെ ക്ലബ്ബുകളായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബായാലും റയൽ മാഡ്രിഡ് ആയാലും ഏത് ക്ലബിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ ആ ക്ലബിനെയൊക്കെ ചാമ്പ്യന്മാരാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മികച്ച കോച്ചാണ് കാർലോ ആഞ്ചലോട്ടി. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പറയുന്നത് അദ്ദേഹം ഒരേ ശൈലിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു പരിശീലകനല്ല. മത്സരത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒരു പരിശീലകനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, കാനറികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വേൾഡ് കപ്പാണിത്. അതിനൊരു തുടക്കത്തിൽ അവർക്ക് ആദ്യം കിട്ടിയ എതിരാളികൾ അത്ര ശക്തരല്ല എന്ന് അവരുടെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ അത്ര ശക്തരാണ് ജപ്പാനെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ജപ്പാനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ജപ്പാൻ അവസാന നിമിഷം വരെയും പൊരുതാൻ തയ്യാറുള്ളൊരു ടീമാണ്. ഈ ലോകകപ്പിൽ നമ്മളും അതിന് മുമ്പുള്ള ലോകകപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ബ്രസീൽ എന്നല്ല, ഏത് എതിരാളികളായാലും തങ്ങളുടേതായ ശൈലിയിൽ കളിച്ച് മുന്നേറാൻ ജപ്പാന് കഴിയും. ഇന്നലെ തന്നെ ജപ്പാനാണ് ആദ്യം ഗോൾ അടിച്ചത്. ജപ്പാൻ്റെ ആദ്യ ഗോൾ വരുന്നത് തന്നെ ജപ്പാൻ്റെ തന്ത്രപരമായ ഒരു മുന്നേറ്റത്തിൽ നിന്നല്ല, മറിച്ച് ബ്രസീലിൻ്റെ മധ്യനിരയിൽ നിന്ന് ബ്രസീലിൻ്റെ കളിക്കാരൻ്റെ കാലിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് തട്ടിയെടുത്തൊരു പന്ത് കൊണ്ട് പെട്ടെന്ന് വെട്ടിക്കയറി, ഒരു കൗണ്ടർ അറ്റാക്ക് പോലെ പെട്ടെന്ന് വെട്ടിക്കയറി മുന്നോട്ട് കയറി അത് കൃത്യമായിട്ട് ബോക്സിലേക്ക് കൊടുത്ത് അത് ഷൂട്ട് ചെയ്തിടാൻ കഴിയുന്ന ആ ഒരു കളിയുടെ ആ
ചില പ്രത്യേക നിമിഷങ്ങളിൽ കിട്ടുന്ന ഒരു മുൻതൂക്കമുണ്ടല്ലോ, അത് മുതലാക്കാൻ കഴിയുന്ന ഒരു ടീമാണ് ജപ്പാൻ. അത് അവർ ചെയ്തു. അതിനുശേഷം അവരൊരു പ്രതിരോധത്തിലേക്ക് കടന്നു പോയപ്പോൾ ബ്രസീലിന് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നേരം അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഏകദേശം അവരുടെ ജപ്പാൻ്റെ ഒരു ഡിഫൻസ് ലൈൻ 5 പ്ലേയേഴ്സിനെ വരെ ഡിഫൻസീവ് ലൈനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ബ്രസീലിനെ ഒന്ന് മുറുക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ ബ്രസീൽ കൂടുതൽ ഒരു ഗോളിന് പിന്നിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ഒരു ആധി അവരുടെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവർക്കൊരു ഗോൾ അടിക്കാൻ കഴിഞ്ഞതാണ് വളരെ നിർണായകമായത്. അതിനുശേഷം അവസാന ടൈം വരെ ജപ്പാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു എക്സ്ട്രാ ടൈം ആയിരിക്കും എന്നുള്ളതാണ്. എക്സ്ട്രാ ടൈമോ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടോ ഒക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിലേക്കൊന്നും പോകാതെ അവസാന സെക്കൻഡിൽ ബ്രസീൽ ഗോൾ അടിച്ചു. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടിയിരുന്നത് ബ്രസീൽ അവരുടെ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായ നെയ്മറെ ഇന്നലത്തെ മത്സരത്തിൽ കളിക്കാൻ ഇറക്കിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പരിക്കുണ്ടായിരുന്നു. ആദ്യത്തെ 2 മത്സരങ്ങളിൽ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല. അതിനുശേഷം മൂന്നാമത്തെ മത്സരത്തിൽ 75-ാം മിനിറ്റിൽ അദ്ദേഹത്തെ പകരക്കാരനായിട്ട് ഇറക്കി 10-15 മിനിറ്റുകൾ അദ്ദേഹത്തെ കളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സൊക്കെ ഒന്ന് തെളിയിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം നൽകി. അങ്ങനെ അദ്ദേഹം ഒന്ന് സെറ്റായിരിക്കുമ്പോൾ 60 മിനിറ്റുകൾ കഴിയുമ്പോഴത്തേക്ക് നെയ്മർ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തിൻ്റെ തന്ത്രം കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു പ്ലാൻ അവതരിപ്പിച്ചത്. കാരണം നെയ്മറിനെ പോലെ ഒരു പരിക്കിൻ്റെ നിഴലിലുള്ള ഒരു കളിക്കാരൻ വന്നിറങ്ങുമ്പോൾ ആ മത്സരത്തിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ആ ഒരു സ്പീഡ് കുറയുന്നത് ജപ്പാൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങിപ്പോകാൻ വഴിയൊരുക്കുമോ എന്നുള്ള ഒരൊറ്റ പേടി കൊണ്ടാണ് അദ്ദേഹം നെയ്മറെ ഇറക്കാതെ തൻ്റെ മറ്റ് കളിക്കാരെ വെച്ച്, യുവതാരങ്ങളെ വെച്ച് സ്പീഡ് കൂട്ടി മത്സരത്തിൻ്റെ സ്പീഡ് അവസാനം വരെയും ബ്രസീൽ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കൗണ്ടർ അറ്റാക്കുകളായാലും പ്ലാൻഡ് അറ്റാക്കുകളായാലും വിങ്ങുകളിലൂടെ അറ്റാക്കുകളായാലും ഒക്കെ ബ്രസീൽ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജപ്പാൻ, നമുക്കറിയാം ജപ്പാൻ ഇത്രയും ഒക്കെ മുന്നോട്ട് വരുമ്പോഴും അവർക്കൊരു പ്രധാന ഘടകമായിട്ട് വരുന്നത് അവരുടെ ജനിതകമായ പൊക്കക്കുറവാണ്. അവരുടെ ആ ഒരു ഹൈ ബോൾ കളിക്കുന്നതിനകത്തുള്ള അപര്യാപ്തത അത് ഫുട്ബോളിൽ വളരെ നിർണായകമാണ്. അപ്പോൾ അതുവരെ മുതലെടുക്കാൻ വേണ്ടി 2ാം പകുതിക്ക് ശേഷം ബ്രസീലിൻ്റെ നീക്കങ്ങളെല്ലാം നല്ല ഉയർന്ന പന്തുകൾ വഴിയാണ്, ഉയർന്ന പാസുകളൊക്കെ ആയിരുന്നു ബ്രസീൽ കൂടുതലും നോക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു മത്സരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ജപ്പാൻ കാഴ്ചവെച്ചതെങ്കിലും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അവിടെ ബ്രസീലിന് അനുകൂലമായിട്ട് വരുന്നത്. ഒന്ന്, ഈ ലോകവേദികളിൽ ഉള്ള പരിചയം. ഇതുപോലെയുള്ള മത്സരങ്ങളിൽ ഒരു ഗോളിന് പിറകിൽ പോയാലും അവസാന നിമിഷം 90 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇഞ്ചുറി ടൈം 6-7 മിനിറ്റ് കിട്ടുന്ന ആ ഒരു സമയത്തെങ്കിലും ഒക്കെ ഗോളടിക്കാം കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം, ആ ഒരു പരിചയമാണ് ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോയത്, അവർക്ക് ആ ഒരു വിജയം നൽകിയത്. അതുപോലെ തന്നെ ഈ ഹൈ ബോളുകൾ കളിക്കുന്നതിലുള്ള എതിരാളികളുടെ ന്യൂനതകൾ മനസ്സിലാക്കി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലുള്ള ബ്രസീലിൻ്റെ കഴിവും ഇതിനകത്ത് നിർണായകമായി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം അൻസാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൻസലോട്ടിയുടെ മികവ്, ശരിക്കും നെയ്മറെ ഇറക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹം ഇറക്കിയത് മാർട്ടിനെല്ലിയാണ്. അതെ, മാർട്ടിനെല്ലിയെ ഇറക്കുന്നു. ഒരു ഗോളിന് പിന്നിലാണ് ശരിക്കും പകുതി സമയം പിന്നിടുമ്പോൾ. പക്ഷേ ആൻസലോട്ടിയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. അദ്ദേഹം അതുപോലെ തന്നെയാണ്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ആദ്യം ആയിട്ട് ഇറക്കിയത് 19-ാം നമ്പർ എൻട്രിക്കിനെയാണ്. അതിനുശേഷം മാർട്ടിനെല്ലിയെ ഇറക്കുന്നു. അപ്പോൾ ശരിക്കും അറ്റാക്ക് ചെയ്യുക, കിട്ടുന്ന ചാൻസ് ഗോളാക്കി മാറ്റുക എന്നുള്ള തന്ത്രം കൃത്യമായി ഒരു ബി പ്ലാനോടുകൂടി ഹാഫ് ടൈമിന് ശേഷം ഇറങ്ങുന്നു, അത് പ്രാവർത്തികമാക്കുന്നു. അങ്ങനെ ഹൂസ്റ്റണിലെ ഇന്നലത്തെ മത്സരം ബ്രസീൽ ശരിക്കും പറയണമെങ്കിൽ തങ്ങളുടെ ഒരു ശൈലിയിലേക്ക് തിരിച്ചു വരവിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ട് മത്സരം കൈപ്പിടിയിൽ ഒതുക്കി എന്ന് പറയണം. അവിടെയാണ് ഞാൻ നേരത്തെ അൻസാർ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ എടുത്ത് പറയുന്നു. ഒരു മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ മാച്ച് എക്സ്പീരിയൻസ്. ആ മാച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് വളരെ കൃത്യമായി കളിക്കുന്ന, ഗുമ്മിറോസ് ആയാലും അതുപോലെ തന്നെ സാൻഡോസും അവരുടെ ക്യാപ്റ്റൻ മാർക്കിനോസും ഒക്കെ കൃത്യമായി അത് നടപ്പിലാക്കുന്ന കാഴ്ച ഇന്നലെ നമ്മൾ ഫീൽഡിൽ കണ്ടു. അപ്പം വരും മത്സരങ്ങളിലെല്ലാം ഒരു മുന്നറിയിപ്പാണ്. ഞങ്ങൾ ഈ കാനറി പക്ഷികൾ ഇതാ പറന്നു തുടങ്ങി, ഞങ്ങളെ സൂക്ഷിക്കൂ എന്നൊരു സൂചന നൽകിക്കൊണ്ട് 16 റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു ബ്രസീൽ. അടുത്ത മത്സരമാണ് വളരെ അട്ടിമറി നടന്ന മത്സരം. ഒരുപക്ഷെ യൂറോപ്പിൻ്റെ വൻ ശക്തികളിലൊന്ന് ഇന്നലെ കടപുഴുകി വീഴുന്ന കാഴ്ചയാണ് 2 മണിക്ക്, നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 2 മണിക്കുള്ള മത്സരം പൂർത്തിയായപ്പോൾ നമ്മൾ കണ്ടത്. ആ മത്സരം ബോസ്റ്റണിലായിരുന്നു ആ മത്സരം നടന്നത്. ജർമ്മനിയുടെ എതിരാളികൾ പരാഗ്വേ നമുക്ക് പറയാം. പരാഗ്വയെ ശരിക്കും പറയണമെങ്കിൽ ആദ്യം പരാഗ്വയെക്കുറിച്ച് തന്നെ പറയാം. ശക്തിയുക്തം എതിരാളികളെ വിറപ്പിക്കാൻ കഴിവുള്ള ഒരു ടീമാണ് പരാഗ്വേ. എങ്ങനെയായാലും ആഹാരത്തിലായാലും ശരി, അതുപോലെ അറ്റാക്കിലായാലും ശരി,
അതിൽ ഒന്ന് രണ്ട് പേരെ നമ്മൾ തീർച്ചയായും നമ്മൾ വളരെ ഓർമ്മിക്കുന്ന ഉണ്ട്. എൻസിസോ എന്ന ഒരു പ്ലെയറിൻ്റെ പാഠവും ഇന്നലെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ക്യൂബാസ്, അതുപോലെ ബോബഡില്ല, ഇവരുടെയൊക്കെ പ്രകടനം നിർണായകമായി മാറിയ ഒരു മത്സരമായിരുന്നു ഇന്നലെ. ഒരു പക്ഷേ ജർമ്മനിയുടെ താളത്തിലേക്ക് ജർമ്മനിയെ ഒരിക്കലും അവരുടെ ശൈലി കൊണ്ടുവരാൻ പാരഗ്വേ അവരെ സമ്മതിച്ചില്ല എന്ന് പറയുന്നതാകും കുറച്ചുകൂടി ശരി. ജർമ്മനി നമുക്കറിയാം, ജർമ്മനിയുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ, കിമിച്ച് ഉൾപ്പെടെയുള്ളവർ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള യൂറോപ്യൻ മുന്തിയ ക്ലബ്ബുകളിൽ കഴിയുന്ന മുഴുവൻ താരങ്ങളുള്ള ഒരു താരനിബിഡമായ ടീമാണ് ജർമ്മനി. ആ ജർമ്മനി 2026 ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മത്സരം തീർന്നപ്പോൾ നമ്മൾ കണ്ടത്. അവിടെ ആ മത്സരം ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1 ഗോളിന് പരാഗ്വേ മുന്നിട്ട് നിൽക്കുന്നു. അവിടെ തുടങ്ങി പരാഗ്വേയുടെ ആധിപത്യം ശരിക്കും. അതിനുശേഷം വളരെ ഗംഭീരമായി ഹാർവറ്റ്സ് വിറ്റ്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് മനോഹരമായ ഒരു ഗോൾ നേടുന്നു, സമനില പിടിക്കുന്നു. സമനില പിടിച്ച് കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. എക്സ്ട്രാ ടൈമിൽ നിന്ന് ന്യൂ ഇയർ കാക്കുന്ന ഗോൾ വരെ അത് എന്തായാലും ഒരു ആത്മവിശ്വാസം തീർച്ചയായും ജർമ്മനിക്ക് നൽകും. അദ്ദേഹം തിരിച്ചു വിളിച്ചാണ് ഈ മത്സരം കളിപ്പിക്കുന്നത്. 40 വയസ്സ് കഴിഞ്ഞ ഗോൾ കീപ്പറാണ് ന്യൂ ഇയർ. ഒരുപക്ഷെ അദ്ദേഹം കളി മതിയാക്കാനുള്ള സാഹചര്യം വന്ന സമയത്താണ് അദ്ദേഹത്തെ നാഗൽസ്മാൻ ഇന്നലെ അല്ലെങ്കിൽ ഈ ലോകകപ്പിന് വിളിച്ച് തിരിച്ച് കളിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മികവിൽ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ കരകയറാം എന്നുള്ള വിശ്വാസം ഒരുപക്ഷെ അവരുടെ കോച്ചിനും ഉണ്ടാകാം. പക്ഷേ മറ്റൊരു പ്രത്യേകത ഇന്നലത്തെ മത്സരത്തിലുള്ളത്, 2 മാനേജർമാർക്കും ഇന്നലെ യെല്ലോ കാർഡ് കിട്ടി എന്നുള്ളതാണ്. എക്സ്ട്രാ ടൈമിൻ്റെ ഏകദേശം അവസാനം 2 പരിശീലകർക്കും ഇന്നലെ മഞ്ഞക്കാർഡ് കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കളിയിലെ മറ്റൊരു സവിശേഷത. എന്തായാലും മത്സരം അവസാനിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ജർമ്മനി പുറത്തായോ. ജർമ്മനി ഇനി ഈ 2026 ലോകകപ്പിലില്ല. ഇനി 4 വർഷം കാത്തിരിക്കണം ജർമ്മനിയുടെ കളി കാണാൻ. എങ്ങനെ വിലയിരുത്തുന്നു അൻസാർ ജർമ്മനി മത്സരം? ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മത്സരത്തിൽ ജർമ്മനി 7-1 ആണ് കുറോസോ എന്ന് പറയുന്ന ടീമിനെ തോൽപ്പിച്ചത്. പക്ഷേ ആ മത്സരത്തിൽ 7 ഗോൾ ജർമ്മനി അടിച്ചപ്പോഴും ഒരു ചോദ്യചിഹ്നം പോലെ കുറോസോ തിരിച്ചടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ കൊച്ചു ടീമുകൾ വലിയ ടീമുകൾക്കെതിരെ അടിക്കുന്നത് മത്സരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ മത്സരത്തിൻ്റെ സ്പീഡ് കുറച്ച് റിലാക്സ് ചെയ്യുന്ന സമയത്താണ് ഒരു ആശ്വാസ ഗോൾ എതിർ ടീം നേടുന്നത്. പക്ഷേ കുറോസോ അങ്ങനെ അല്ല അടിച്ചത്. ജർമ്മനി ഒരു ഗോൾ അടിച്ചതിന് തൊട്ട് പുറവിലാണ് അടിച്ചത്. ആ ഒറ്റ ഗോളിൽ തന്നെ ജർമ്മനിയുടെ ഈ തവണത്തെ കളിയുടെ ഗതി എന്തായിരിക്കും എന്നുള്ള ശക്തമായ സൂചന ഉണ്ടായിരുന്നു. കാരണം ആ ഗോൾ വഴങ്ങിയത് മാനുവൽ ന്യൂയറാണ്. 2014 ലോകകപ്പിൽ ഏറ്റവും മികച്ച സേവുകളോട് ബ്രസീലിനെ ഉൾപ്പെടെയുള്ള വമ്പൻ ടീമുകളെ തോൽപ്പിച്ച് ഗോൾഡൻ ഗ്ലൗ നേടിയിട്ടുള്ള മാനുവൽ ന്യൂയറാണ് അന്ന് കുറോസോവയ്ക്കെതിരെ ഗോൾ വഴങ്ങിയത്. അതിനുശേഷമുള്ള ഓരോ മത്സരത്തിലും ജർമ്മനി ഗോൾ വഴങ്ങി ഇക്വഡോറിനെതിരെ തോറ്റു. അപ്പോൾ ജർമ്മനിക്ക് എന്താണ് പാകപ്പിഴ പറ്റാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ 3 മത്സരങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുമായിരുന്നു. അവരുടെ ഗോൾ കീപ്പറുടെ എക്സ്പീരിയൻസ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവരുടെ ഒരു ചുറുചുറുക്കുള്ള ഒരു ഗോൾ കീപ്പർ ആയിരുന്നു ജർമ്മനിയുടെ ഗോൾ വലയം കാക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ മത്സരം മാറുമായിരുന്നു. ഇന്നലെ വീണ പാരഗയുടെ ആദ്യ ഗോൾ തന്നെ ഒരു ഗോൾ കീപ്പർക്ക് അത് കണക്ട് ചെയ്യാനേ പറ്റിയില്ല. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് 2 സേവുകളുണ്ടായി. പക്ഷേ ആദ്യത്തെ 2 കിക്കുകളിലും അദ്ദേഹത്തിൻ്റെ പന്തിൻ്റെ ദിശയ്ക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മാനുവൽ ന്യൂയർ ഡൈവ് ചെയ്തത്. ശരിക്കും ഗോളിയുടെ ആ ഒരു 41 വയസ്സാണ് ന്യൂയർക്ക്. 2 കൊല്ലം മുമ്പ് യൂറോ കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനി തോറ്റപ്പോൾ ന്യൂയർ തീരുമാനമെടുത്തു അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ്. ജർമ്മനിയെ പോലുള്ള ഒരു ടീമിന് ആ നിലവാരത്തിലേക്കുള്ള ഒരു ഗോൾ കീപ്പറെ കണ്ടെത്താൻ 2014 ശേഷമുള്ള 10 വർഷത്തിനിടയിൽ ഒരു ഗോൾ കീപ്പറെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്. മാർക്ക് ടെർസ്റ്റഗനെ പോലെയുള്ള ഗോളിമാരുണ്ടാവുന്ന ഒരു ജർമ്മനിയാണ്. ആ ഒരു രാജ്യത്ത് നിന്ന് നല്ലൊരു ഗോളി ഉണ്ടായില്ല. അല്ലെങ്കിൽ ഒലിവർ ഖാൻ്റെ പാരമ്പര്യമുള്ള ജർമ്മനിയിൽ നിന്നും നല്ലൊരു ഗോളി ഉണ്ടായില്ല. പകരം വിരമിക്കൽ പ്രഖ്യാപിച്ചു പോയ ഒരു കളിക്കാരനെ തിരിച്ചു വിളിച്ച് ഗോളി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ വന്നു. അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അവർ എടുത്തു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വില കൊടുക്കേണ്ടി വന്നു. എല്ലാ മത്സരങ്ങളിലും ഗോൾ വഴങ്ങുന്ന ഒരു ഗോൾ കീപ്പർ ആയി അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളരെയധികം 2024 അദ്ദേഹം ലോകകപ്പ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിച്ചിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ മനസമാധാനത്തോടെ ഇരിക്കാമായിരുന്നു. പക്ഷേ ഇനിയുള്ള കരിയറിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം എങ്ങനെ മനസമാധാനത്തോടെ ഇരിക്കും? ഈ 2014 ലോകകപ്പ് നേട്ടം പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയായിട്ട് മാറുന്ന രീതിയിലേക്ക് മാനുവൽ
ന്യൂഇയർ പോയി എന്നുള്ള സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് ഗില്ലിൻ്റെ പ്രകടനമാണ്. ശരിക്കും പരാഗ്വേക്ക് വേണ്ടി ഇന്നലെ മത്സരം പരാഗ്വയുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നത് ഗില്ലിൻ്റെ ബാറിന് കീഴിലുള്ള പ്രകടനം തന്നെയാണ്. ഗോളെന്ന് ഉറച്ച നിരവധി അവസരങ്ങൾ അദ്ദേഹം സേവ് ചെയ്യുന്നു. ഒപ്പം പെനാൾട്ടി ഷൂട്ടൗട്ട് വന്നപ്പോൾ 2 കൃത്യമായ സേവ് കറക്റ്റ് സമയത്ത് ചെയ്യുക. എന്നിട്ട് ഒരുപക്ഷെ അദ്ദേഹം ആ സേവ് നടത്തിയതിന് ശേഷം വന്ന ആൾക്കാർ കിക്ക് പാഴാക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. അപ്പം ഗില്ല് ആണ് ഇന്നലത്തെ മത്സരത്തിൽ ശരിക്കും പറയണമെങ്കിൽ ഹീറോ എന്ന് അവകാശപ്പെടാൻ തീർച്ചയായും കഴിയില്ലേ? തീർച്ചയായും. കാരണം സെക്കൻഡ് ഹാഫിൽ ജർമ്മനി ഒരു ഗോളിന് പിന്നിൽ നിന്നതിന് ശേഷം ജർമ്മനി ആക്രമണങ്ങൾ നടത്തിയപ്പോഴേക്കും ജർമ്മനിയുടെ ഗോളെന്ന് ഉറപ്പിച്ച 1-2 അവസരങ്ങൾ അദ്ദേഹം തട്ടിക്കളഞ്ഞു എന്നുള്ളത് വളരെ നിർണായകം തന്നെയാണ്. ആ ഒരു ഗോളിയുടെ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസമുണ്ട്. അതായത് തടുക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഷൂട്ടൗട്ടിലും കണ്ടത്. ഷൂട്ടൗട്ടിൽ പരാഗ്വേ ഗോളിയുടെ കണക്കുകൂട്ടലുകൾ 90% ശരിയായിരുന്നു. ഏത് സൈഡിലേക്ക് ഒരുപക്ഷെ ഒന്ന് തടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, പക്ഷേ ഏത് സൈഡിലേക്ക് പന്ത് വരും എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിലേക്ക് ഡൈവ് ചെയ്യാൻ. അവിടെയാണ് മാനുവൽ ന്യൂയർക്ക് നമ്മൾ വഴിച്ചുപോയെന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ 2 കിക്ക് എടുക്കുമ്പോഴും ന്യൂയർ ഇടത്തോട്ട് ചാടുമ്പോഴാണ് പന്ത് വലത്തോട്ട് കയറുന്നത്, ന്യൂയർ വലത്തോട്ട് ചാടുമ്പോഴാണ് പന്ത് ഇടത്തോട്ട് കയറുന്നത്. അപ്പോൾ ആ ഒരു കണക്കുകൂട്ടൽ, ഗോളിയുടെ കണക്കുകൂട്ടൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനകത്ത് അവരുടെ ഗോളി വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ആ ഒരു ആത്മവിശ്വാസമാണ്. അതുമാത്രമല്ല, 2ാം പകുതിയിൽ ജർമ്മനി ഒരു ഗോൾ നേടിയിട്ട് അത് ഓഫ് സൈഡ് വാർ വഴി റദ്ദാക്കിയതാണ്. അപ്പോൾ അതും അവർക്ക് പരാഗ്വയ്ക്ക് ഒരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ദിവസമാണ് എന്നുള്ളൊരു ഊർജ്ജം അവരിലേക്ക് നിറയാൻ കാര്യമായിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ ബോസ്റ്റണിലെ മത്സരം അങ്ങനെ ജർമ്മനിക്ക് നിരാശ പകർന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത് രാവിലെ 6:30 മത്സരമായിരുന്നു നമ്മുടെ ഓറഞ്ച് പടയുടെ മത്സരം. ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡ്സിൻ്റെ മത്സരം. മൊറോക്കോ, ആഫ്രിക്കൻ ശക്തികളായ മൊറോക്കോ ആയിരുന്നു ഈ മൊണ്ടേരിയിൽ അവരുടെ എതിരാളികൾ. മത്സരം ശരിക്കും ഉടനീളം ആവേശം പകരുന്ന മത്സരം. ഒരു സൈഡിൽ ആഫ്രിക്കൻ കരുത്തും മറു സൈഡിൽ യൂറോപ്യൻ ശൈലിയും. ഇതിൻ്റെ സമന്വയമായിരുന്നു ഇന്നലെ നമ്മൾ മൊണ്ടേരിയിൽ കണ്ടത്. പകുതി സമയത്ത് ആരും ഗോളടിക്കുന്നില്ല. മത്സരം തുല്യതയിൽ പോകുമ്പോൾ തിരിച്ച് 2ാം പകുതിയുടെ മധ്യത്തിൽ ഹോളണ്ട് ഗോൾ നേടുന്നു. അത് ഗാപ്കോ സുമർവില്ലയുടെ ഒരു അസിസ്റ്റിൽ നിന്ന് ഗംഭീരമായ ഒരു ഗോൾ അദ്ദേഹം നേടുന്നു. അദ്ദേഹം നേടി ആ ലീഡിൽ പിടിച്ചു നിൽക്കുമെന്ന് തോന്നിച്ച സമയത്താണ് കളി അവസാനിക്കുന്ന സമയം, അതായത് കളിയുടെ മുഴുവൻ സമയം തീരുമ്പോൾ ഗോൾ തിരിച്ചടിക്കുന്നു ഡയോപ്പിലൂടെ ഇന്നലെ മൊറോക്കോ. അതിനുശേഷമാണ് ശരിക്കും മത്സരം കടുത്ത രീതിയിൽ മത്സരം മുന്നേറിയത്. ഫുൾ ടൈം ആകുമ്പോൾ 1-1, എക്സ്ട്രാ ടൈം അനുവദിക്കുന്നു. എക്സ്ട്രാ ടൈമിലും വീണ്ടും ആരും ഗോൾ സ്കോർ ചെയ്യുന്നില്ല. 1-1 എന്ന നിലയിൽ അവസാനിക്കുന്നു. അങ്ങനെ പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് എത്തുന്നു. പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് എത്തുമ്പോഴാണ് വളരെ ഗംഭീരമായി മത്സരം നെതർലൻഡ്സ് കൈവിടുന്നത്. നെതർലൻഡ്സിൻ്റെ ഷൂട്ടൗട്ടിൽ അവർക്ക് എന്ത് പിഴച്ചു എന്നുള്ളതാണ്. ശരിക്കും ഷൂട്ടൗട്ടിൽ പിഴച്ചതാണ് നെതർലാൻഡ്സിന് ഇന്നലത്തെ തോൽവി എന്ന് പറയുന്നതല്ലേ ശരി? തീർച്ചയായും. നെതർലാൻഡ്സിന് ഷൂട്ടൗട്ടിൽ സംഭവിച്ചത്, ഈ ഷൂട്ടൗട്ട് നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഷൂട്ടൗട്ട് കണ്ടതാണ് പരാഗ്വയുടെ. നെതർലാൻഡ്സിൻ്റെ ഷൂട്ടൗട്ട് വരുമ്പോൾ മൊറോക്കോയ്ക്ക് ഗോൾ കീപ്പിങ്ങിൽ നിൽക്കുന്നത് യാസിൻ ബൗനു എന്ന് പറയുന്നത് കഴിഞ്ഞ ലോകകപ്പിൽ അവരെ 4ാം സ്ഥാനത്ത് വരെ എത്തിച്ച സെമി ഫൈനലിൽ വന്ന് പരാജയപ്പെടുകയായിരുന്നല്ലോ. 4ാം സ്ഥാനത്ത് വരെ എത്തിച്ച ആ ഒരു ഗോൾ കീപ്പറുടെ ഒരു അസാധാരണ മികവ്, പന്ത് അടിക്കാൻ വരുന്നവൻ്റെ മനസ്സ് വായിക്കാനുള്ള കഴിവ്, പന്ത് അടിക്കാൻ വരുന്നവൻ്റെ മനസ്സിൽ വെപ്രാളം ഉണ്ടാക്കാനും ടെൻഷൻ ഉണ്ടാക്കാനും പോകുന്ന ചില നീക്കങ്ങൾ. അത് പന്ത് വരുന്നതിന് തൊട്ട് മുമ്പ്, കിക്ക് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇടത്തേക്ക് കൈ നീട്ടുന്നു, വലത്തേക്ക് കൈ നീട്ടുന്നു, കാല് അങ്ങോട്ട് ചലിപ്പിക്കുന്നു, ഇങ്ങോട്ട് ചലിപ്പിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ചലിപ്പിച്ച് എതിരാളിയെ പരിഭ്രമിക്കാൻ നോക്കിയാലും പന്ത് വരുമ്പോൾ ആ ദിശയിലേക്ക് ഡൈവ് ചെയ്യാൻ നിൽക്കുന്നു. ഒരൊറ്റ കൈയും സേവാണ് ആ മത്സരത്തിന് നിർണായകമായത്. കാരണം ഈ ഷൂട്ടൗട്ടിൽ നമ്മൾ കാണുമ്പോൾ 5 കിക്ക് എടുത്തതിനകത്ത് 3-2 ജയിക്കുന്നത്. 2 കിക്ക് മാത്രം ആണ് പിന്നെ ഹോളണ്ടുകാർക്ക് വലിയ കഴിഞ്ഞത്. അതിനകത്ത് 2 പുറത്തേക്കാണ് അടിച്ചു കളഞ്ഞത്. 1 മാത്രമാണ് ഗോളിക്ക് സേവ് ചെയ്യേണ്ടി വന്നത്. പിന്നെ അതുപോലെ തന്നെ മൊറോക്കോയുടെ കിക്കിനകത്തും 2 പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ സ്വന്തം ടീമിൻ്റെ ഒരു കിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഹക്കീമി എടുത്ത കിക്ക് പുറത്തേക്ക് ബാറിലടിച്ച് പോകുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ടീം ഒരു കിക്ക് എടുക്കുമ്പോൾ അത് ഗോൾ ആയില്ലെങ്കിൽ പിന്നീട് അടുത്ത കിക്ക് സേവ് ചെയ്യാൻ നിൽക്കുന്ന ഗോളിയുടെ മനസ്സെന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയാൽ ടീം മൊത്തത്തിൽ തീർന്നു. അതേസമയം നമ്മുടെ ടീമാണ് ആദ്യം കിക്ക് എടുക്കുന്നത്, അത് കിട്ടുന്നു, അതിന് ശേഷമാണ് ഡിഫെൻഡ് ചെയ്യുന്നതെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ യാസിൻ ബാനുവിൻ്റെ ആ ഒരു
വല്ലാത്ത മനക്കരുത്താണ്. അതേ ഒരു ഗോളി എന്ന നിലയ്ക്ക് ഗോളിമാരെപ്പോഴും കളിക്കില്ല, ആകെപ്പാടെ 5-10 മിനിറ്റ് മാത്രമേ. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രസീലിൻ്റെയും ഏറ്റവും വലിയ കഴിവ്. അലിസനാണ് ബാറിന് കീഴിൽ. അല്ല, ആലിസൺ ഇന്നലെ ആദ്യത്തെ ഗോൾ, ജപ്പാന്റെ ഗോൾ വഴങ്ങിയ ശേഷമുള്ള ആലിസന്റെ മുഖം ശ്രദ്ധിച്ചിരുന്നോ? തീർച്ചയായിട്ടും വളരെ വിവരണമായി പോയിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും അത് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. അത്രയും ലോ ആംഗിളിൽ നിന്ന് പെട്ടെന്നൊരു ഒരു ഡിഫൻസിന്റെ കാലിന്റെ ഇടവഴിയാണ് ആ ബോൾ വന്നത്. ബ്രസീലിന്റെ കാലിൽ നിന്നല്ലേ പന്ത് കൊണ്ടത്. ബ്രസീൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഞൊടിയിടയിൽ കിട്ടുന്ന ഒരു പന്ത്, ഒരു റിക്കവറിയാണ്. അത് ഈ റിക്കവറിയുടെ ക്വിക്ക് ആക്ഷനാണ്. റിക്കവറി ചെയ്യുന്നു, അത് പെട്ടെന്ന് 3 പേര് മുന്നോട്ട് കയറി വരുന്നു, അതിൽ ഒരാൾക്ക് പന്ത് കൊടുക്കുന്നു, പാസ് ചെയ്യുന്നു, ഗോളാവുന്നു. അപ്പോൾ ആ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് എപ്പോഴാണ് അവസരം വരുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഫുട്ബോളിൽ. പക്ഷേ അവസരം കിട്ടിയാൽ അത് അവസരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മികച്ച ഒരു ഫുട്ബോളർ, അതിൻ്റെ ടാക്ടിക്സ് മനസ്സിലാക്കുന്ന ഒരു പരിശീലകൻ്റെയും കളിക്കാരൻ്റെയും കഴിവ്. അവിടെയാണ് ബോനു ഏറ്റവും കൂടുതൽ. അതെ, ബോനുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബോനു ആ സമയത്ത് കൃത്യമായിട്ട് എതിരാളി അടിക്കാൻ വരുന്നു. അതിനകത്ത് നമ്മൾ പിന്നെ ഹോളണ്ടിൻ്റെ കിക്കെടുക്കാൻ വന്ന പല കളിക്കാരും ബോനുവിൻ്റെ മുഖത്ത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവർ പന്തി മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. കാരണം ബോനുവിൻ്റെ മുഖത്തോ ശരീരഭാഷയിലോ ശ്രദ്ധിച്ചാൽ മനസ്സ് ചാഞ്ചാടി പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ആ ഒരു പേടി കൃത്യമായിട്ട് ബോനു മുതലെടുത്തു. അത് കൃത്യമായിട്ട് അവർക്കത് ഗുണപ്പെടുകയും ചെയ്തു. മറ്റൊരു കാര്യം അൻസാർ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. കളി തുടങ്ങി പെനാൾട്ടി കിക്ക് എടുക്കുമ്പോൾ ശരിക്കും നെതർലൻഡ്സിൻ്റെ കോച്ച് അദ്ദേഹം 2 കവിളിലും ഇങ്ങനെ തട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. റൈറ്റിലോട്ടിറങ്ങി റൈറ്റ് കവിളിലേക്ക് തട്ടി കാണിക്കുന്നു, ലെഫ്റ്റിലെടുക്കണമെങ്കിൽ ലെഫ്റ്റ് കവിളിലേക്ക് തട്ടി കാണിക്കുന്നു. കൃത്യമായ ഒരു സൂചന ഈ പ്ലെയേഴ്സിന് നൽകുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടു. ഫുട്ബോൾ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ശരീരങ്ങൾ തമ്മിലുള്ള വേഗത്തിൻ്റെയും ഉള്ള മാത്രം കളിയല്ല, അത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കളിയാണ്. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടില്ലേ, പോർച്ചുഗൽ ഫ്രീ കിക്ക് എടുക്കുമ്പോൾ അവരെന്താണ് ഫ്രീ കിക്കിൽ തന്ത്രം കൊണ്ടുവരാൻ നോക്കുക. അവർക്ക് ഫ്രീ കിക്കിന് മാത്രമായിട്ടൊരു കോച്ചുണ്ട്. അപ്പം ആര് മുന്നോട്ടാണോ, ആര് കിക്ക് എടുക്കണം, ആര് എടുക്കുന്നതായിട്ട് ഭാവിക്കണം, ആര് മുന്നോട്ട് ഓടുന്നതായിട്ട് ഭാവിക്കണം എന്നുള്ളതെല്ലാം തന്ത്രങ്ങളാണ്. അതുപോലെ തന്നെ അർജൻറ്റീന കിക്ക് എടുക്കുമ്പോൾ, മെസ്സി കിക്ക് എടുക്കാൻ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അർജൻറ്റീനയുടെ ആദ്യത്തെ ഫ്രീ കിക്ക് എടുക്കാൻ വരുമ്പോഴും അവർ അർജൻറ്റീനയുടെ ഗോളി എമിലിയാനോ മാർട്ടിസ്റ്റ് വന്നിട്ടാണ് വാൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർക്ക് ഇപ്പോൾ ഒരു തന്ത്രങ്ങളാണ് കളി ജയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൂമാൻ, അവരുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചാണ് കൂമാൻ, വന്നിട്ട് അത് എവിടെ അടിക്കണം എന്നുള്ളത് കൃത്യമായിട്ടൊരു പറയുന്നത്. മുമ്പും ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണല്ലോ ഒരു ഇത്. അതുപോലെ ജപ്പാൻ്റെ കോച്ച് ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് വെച്ച് ഓരോ നീക്കങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് കാണാം, 4-5 ലാപ്ടോപ്പാണ്. അതെ, ലാപ്ടോപ്പ് മാത്രമോ, ഓരോ കളിക്കാരൻ ഒരു കമ്പ്യൂട്ടറാണ്. കാരണം അവൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പുകൾ വഴി അവൻ്റെ ഡ്രസ്സിനകത്ത്, പിന്നെ അവരുടെ അകത്ത് ഒരു ബനിയൻ പോലെ അതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന GPS ട്രാക്കർ. അതിനൊരു തമാശ രൂപത്തിൽ വന്നു, ബ്രൈറ്റ് കളിക്കാരാണ് ഇപ്പോൾ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, അത് ശരിക്കും കളി പിന്നെ കമ്പ്യൂട്ടറിലും കൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ. മാത്രമല്ല പന്തിനകത്ത് തന്നെ എന്തെല്ലാം സാങ്കേതിക വിദ്യയുണ്ട്. എത്രത്തോളം പോകുന്നു, ഏത് സൈഡിലേക്ക് പോകുന്നു, ഒരാളുടെ അടിയുടെ വെയിറ്റ് എത്രയാണ്, അയാളുടെ ആദ്യത്തെ അടിക്ക് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, രണ്ടാമത്തെ അടിക്ക് എത്ര പവർ ഉണ്ടായിരുന്നു, പവർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പവർ കുറയുന്നുണ്ടോ, ഇതൊക്കെ കമ്പ്യൂട്ടറാണ് പറയുന്നത്, മനുഷ്യനല്ല പറയുന്നത്. അപ്പോഴാണ് ഈ കളി ഇത്രയും സാങ്കേതികമായി കൂടി പുരോഗമിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് വീണ്ടും ഇന്നത്തെ കളികളിലേക്കൂടെ വരാം. ഇന്ന് 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടുന്നു. ഡലാസിലാണ് ആ മത്സരം നടക്കുന്നത്. അതിനുശേഷം 2:30 മണിക്ക് ഫ്രാൻസ് സ്വീഡൻ മത്സരം, മെക്സിക്കോ ഇക്വഡോർ മത്സരം. നേരത്തെ ഇക്വഡോറിനെ കുറിച്ച് പറഞ്ഞതാണ്. ജർമ്മനിയെ തോൽപ്പിച്ച് ഇക്വഡോറാണ് മെക്സിക്കോയ്ക്കെതിരെ കളിക്കുന്നു. ഈ മത്സരങ്ങളാണ് നടക്കാനുള്ളത്. ഈ മത്സരത്തിൻ്റെ വിവരണവുമായി നാളെ ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ഫുട്ബോൾ വിരുന്ന് ആശംസിക്കുന്നു. നന്ദി അൻസാർ. താങ്ക് യു.